ആക്ഷനൊക്കെ രസമായിട്ടുണ്ട്. BGM ഒക്കെ പൊളിച്ചിട്ടുണ്ട്. രസമുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. മൊത്തം ആക്ഷൻ പരിപാടി. പിന്നെ മേക്കിംഗ് നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. പെപ്പയുടെ ഒരു വൻ തിരിച്ചുവരവെന്ന് പറയാം. ആക്ടിങ് കൊണ്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. ഫൈറ്റൊന്നും ഒരു രക്ഷയില്ല, നല്ല ഫൈറ്റ് അങ്ങനെ കാണാൻ എല്ലാം സൂപ്പർ ഫൈറ്റാണ്, ഒരു രക്ഷയില്ല. പെപ്പേനെ നമ്മൾ ആദ്യം അറിയുന്നതാണല്ലോ, അവൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു കിൻഡൽ ഇടിയാണ്, അമ്മാരി സാധനം. പിന്നെ ആ സുനിൽ പിന്നെ നമ്മളെ എല്ലാരും പോയി കാണും, തിയേറ്ററിൽ പോയി കാണും. നല്ലായിരുന്നു, കൊള്ളാം, നല്ല മേക്കിംഗ് ഒക്കെ ഉണ്ട്. സ്റ്റണ്ടൊക്കെ എങ്ങനെയുണ്ട്? രസമുണ്ട്, സ്റ്റണ്ട് അത്യാവശ്യമുണ്ട്, നന്നായിട്ട് കയറ്റിയിട്ടുണ്ട്. നല്ലായിരുന്നു, നല്ല പഞ്ചൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഉണ്ട്. നമ്മുടെ സുനിൽ സാറും എല്ലാവരും മേക്കിങ്ങും അടിപൊളിയായിരുന്നു, ആക്ടിങ് എല്ലാം ഫൈറ്റും അടിപൊളിയായിരുന്നു. രണ്ടും അടിപൊളിയായി. കാണൂ, എനിക്കൊന്നും പറഞ്ഞു. അതെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഓക്കെയാണ്. ഫൈനാൻഷ്യൽ സീൻസ് ഡയലോഗ് ഇല്ലാതെ കുറച്ച് ഇല്ല തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. എത്തി അടിപൊളിയായിരുന്നു. പടം സെക്കൻഡ് ഹാഫ് അടിപൊളി, മാസ് എന്ന് പറഞ്ഞാൽ നല്ല ഫൈറ്റ്, അടിപൊളി. ഫസ്റ്റ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫ് അടിച്ചു പൊളിച്ചു, പടം ഹിറ്റാവും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, എന്നാലും മാർക്ക് വെച്ച് നോക്കി അത്രയും പറയാൻ പറ്റില്ല. എന്നാലും പെപ്പ ഇതിനകത്ത് അടിപൊളിയാക്കിയാണ്. അതിൽ മേക്കിങ്ങും പിന്നെ ക്യാമറമാൻ അടിപൊളിയായിട്ട്, എല്ലാ ഗ്രാഫിക്സും അടിപൊളിയായിട്ട്. ആക്ഷൻ സൂപ്പർ കാട്ടാള്, നല്ല ട്വിസ്റ്റുകൾ കണ്ട് നല്ല കാഴ്ചയ്ക്ക് പറ്റി ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചു. ജഗദീഷ് സാറ് പറഞ്ഞതുപോലെ ആൻ്റണിയുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ലൊരു പ്രോജക്റ്റ് പടമാണ്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഈ പടത്തിലൂടെ ഒത്തിരിയേറെ നല്ല പടങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. വളരെ ത്രില്ലിംഗ് ആയിരുന്നു, നല്ല ആക്ഷൻസ്. ഇത് മാർക്കോ പോലെ ഉള്ള പടമല്ല, നല്ല പടമാണ്. കാരണം നമ്മൾ ആൻ്റണി പെപ്പനെ കണ്ടേക്കുന്ന ഒരു രീതിയല്ല, ഇതിൻ്റെ വേറൊരു ഗെറ്റപ്പ്, ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്നൊരു ചിത്രമാണ് ആനക്കൊമ്പ് മോഷണം. ഇവിടെ ഈ വീരപ്പൻ്റെയൊക്കെ നമ്മൾ എന്നാൽ കേട്ടിരുന്ന സംഭവമൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ അവിടെ